ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എൻ്റെ വളരെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പറയാനായിട്ട് വന്നത് കുറച്ച് നമ്മുടെ ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ യൂട്യൂബിലൂടെ നമ്മുടെ 10th ലെവലിന് വേണ്ടിയിട്ടും മറ്റുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് NCERTയും SCERTയും പ്ലസ് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് മേക്കിങ്ങും കാര്യങ്ങളും അതുപോലെ ഈ PSC പഠിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഈ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് പോസിബിൾ ആണ്, ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഹാർഡ് വർക്കിനെക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇത് ഫിനിഷ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയ കാര്യം അറിയാലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ വന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് നോട്ട്സിൻ്റെ അടുത്ത നമ്മുടെ ടോപ്പിക്കിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4-5 ടോപ്പിക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണല്ലോ ഇത്. അപ്പോൾ അതും കൂടെ പറഞ്ഞു തന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദേശീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ കേട്ടോ. ഈ 2 ടോപ്പിക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ മേൽമുണ്ട് സമരം, അതുപോലെ വൈക്കം സത്യാഗ്രഹം, സവർണ്ണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ SCERT ആണ് കേട്ടോ. SCERTയിലെ പുതിയതും പഴയതായിട്ടുള്ള ബുക്കുകളാണ്. പുതിയതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പഴയത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇത് NCERT ആണ് കേട്ടോ. ഇവിടെ മുതൽ NCERT ആണ്. പിന്നെ എക്സ്ട്രാ എപ്പോഴും തരുന്നത് പോലെ തന്നെ ഇതിലില്ലാത്ത കാര്യങ്ങളുടെ സ്പെഷ്യൽ നോട്ട്സും, ഇങ്ങനെയാണ് ഇപ്പോൾ നോട്ട് പ്രിപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പറയുന്നുണ്ട് നോട്ട് പ്രിപ്പറേഷനൊന്നും PSCയിൽ ആവശ്യമില്ല, അതൊന്നും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർക്ക് നോട്ട്സ് എഴുതിയേ പഠിക്കാൻ പറ്റുള്ളൂ, ചിലവർക്ക് റാങ്ക് ഫയലും വേറെ എക്സ്ട്രാ സംഭവങ്ങളും നോക്കിയിട്ടൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു എടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോപ്പിക്കിൽ SCERTയിലും NCERTയിലും ഉള്ള എല്ലാം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇതിലില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ പോയിൻറ്റ്സ് ആയിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്ലാസ്സുകൾ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇത് കേട്ടോ, വൈക്കം സത്യാഗ്രഹം അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, ഇതാണ് ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ക്ലാസ് +2 ലെവലിനും ഡിഗ്രി ലെവലിനും കാണാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സിലബസും ഒന്ന് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ +2ലും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിക്കും എല്ലാം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് നമ്മളിതിൽ വേറെ എക്സ്ട്രാ പുറത്തുനിന്നൊന്നും നമ്മൾ ഇല്ലല്ലോ. നമ്മുടേത് SCERT NCERT, ഡിഗ്രിക്കാണെങ്കിലും സെയിം തന്നെയാണ്. SCERT NCERT, ഡിഗ്രിക്കെന്ന് വരുമ്പോൾ SCERTയേക്കാളും കൂടുതൽ NCERT, അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ 10th ലെവലും +2 ലെവലൊക്കെ വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ തന്നെയാണ് കാണുന്നതാണ് നല്ലത്. ഓക്കെ, എല്ലാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ഫയൽ പഠിച്ച് പിന്നെ നിങ്ങൾ SCERT തിരഞ്ഞു പോകണം, NCERT തിരഞ്ഞു പോകണം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കുന്ന നോട്ട്സ് തന്നെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ നോട്ട്സ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് ഞാനും പഠിക്കുന്നത്, നിങ്ങൾക്ക് തരുന്നത് തന്നെയാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്തെങ്കിലും കാണിച്ചു വയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് തന്നെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. കാരണം എനിക്കും അത് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്നെ തന്നെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഇനി ഓരോടെ റെഫർ ചെയ്ത് നോക്കി തെറ്റൊന്നും കൂടാതെ അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 8th സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഇത്രയും ദിവസം അവൈലബിൾ ആയിരുന്നില്ല സൈറ്റിൽ. അപ്പോൾ ഞാനിപ്പോൾ അത് നോക്കിയ സമയത്ത് ഇപ്പോൾ അത് അവൈലബിൾ ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഫസ്റ്റത്തെ ഒരു പകുതി എന്നുള്ളൊരു ഇതിൽ ഒരു 8 ചാപ്റ്ററാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റത്തെ ബുക്കാണ് ഇപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 14-15 ചാപ്റ്റർ ഉണ്ട്. പക്ഷേ അതിലൊരു 7-8 മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നോക്കിയ സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അറൈവൽ ഓഫ് യൂറോപ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ
സെയിം പോലെ തന്നെ SCERT NCERT നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ പോയിന്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം നോക്കിയപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നോക്കിയ സമയത്ത് അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെയ്തു തരാം കേട്ടോ. അത് ഒരു ചെറിയൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും നമുക്ക് അതിലോട്ട് നോക്കേണ്ട വരില്ല. പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളം എന്നുള്ള ഫസ്റ്റത്തെ അതൊന്ന് തീർന്നു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് എക്കണോമിക്സിലോട്ടാണ് കേട്ടോ. കാരണം ഇന്ത്യയും ലോകമൊക്കെ നോക്കി വരുമ്പോഴേക്കും നമുക്കൊരു 2 മാസം എടുക്കും. അപ്പോൾ എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അല്ല, എല്ലാ ടോപ്പിക്കും NCERTയും SCERTയും കവർ ചെയ്ത് നമുക്ക് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എക്കണോമിക്സ് ആണ്. ഇത് കഴിഞ്ഞ് ഇനി ഒരു 2 ടോപ്പിക് കൂടെ ഉണ്ടോയെന്ന് തോന്നുന്നു. അതുകൂടെ കഴിഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ NCERTയും SCERTയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കണ്ടോ, ഇതൊക്കെ പഴശ്ശിക്കലാപം, പഴശ്ശിയെക്കുറിച്ച്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. വേലുത്തമ്പിത്തളവ, പാലിയത്തച്ഛൻ, കുറിച്യ കലാപം, കുണ്ട്ര വിളംബരം, ഇതൊക്കെ NCERTയിലെ ഫാക്ട്സ് ആണ്. അപ്പോൾ NCERTയിലും SCERTയിലും കൂടെ തന്നെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് റാങ്ക് ഫൈലിൻ്റെ ഒന്നും എന്താ ആവശ്യമേ ഇല്ല എന്ന്. കാരണം NCERT SCERTയിലും തന്നെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NCERT SCERTയിലുണ്ടല്ലോ അത്രയും കൊടുത്തിട്ടുണ്ട്. അത്രയും എന്ന് വെച്ചാൽ അത്രയും, എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ബുക്കിലും ഒരു ചാപ്റ്ററെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ പിന്നെ +1 +2 പിന്നെ പറയണ്ടല്ലോ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയിൽ എപ്പോഴും പറയാവുന്നൊരു കാര്യം എന്താണ്, ഹാർഡ് വർക്കിനെക്കാളും വേണ്ട നമുക്ക് സ്മാർട്ട് വർക്കാണ് അല്ലേ. സിലബസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ടോപ്പിക് വൈസ് SCERT NCERTയും കവർ ചെയ്ത് പോവുക. ഓക്കെ, NCERT SCERTയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഓരോ ടോപ്പിക്ക് വരുന്ന സമയത്ത് അല്ലേ, ഓരോരോ ടോപ്പിക്ക് വരിക. അപ്പോൾ നമ്മുടെ ഈ ഇത് പറഞ്ഞതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങൾ വരുന്ന സമയത്ത് NCERTയിൽ എന്താണുള്ളത്, SCERTയിൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നോട്ട് മേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെയാണ് നോട്ട് മേക്കിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ അടയാളപ്പെടുത്തി തരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതിയെടുക്കാം. ഓക്കെ, എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നവരാണെങ്കിലും ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമാണ്. നോട്ട്സ് എഴുതണോ അല്ല വേണ്ട നോക്കി പഠിക്കണോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ നോക്കി പഠിച്ചാൽ മതി. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ നോട്ട്സ് എഴുതാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സമഗ്ര എടുക്കും. സമഗ്ര എടുത്തതിന് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമഗ്രയിലാണ് കേട്ടോ. സമഗ്രയിൽ പോവുക, എന്നിട്ട് നമ്മുടെ ഇതാണ്ടോ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളതിൽ പോവുക, എന്നിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, മലയാളം. ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് പറയവിൽ ഓഫ് യൂറോപ്യൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ 5th സ്റ്റാൻഡേർഡ് എടുക്കും. 5th സ്റ്റാൻഡേർഡ് എടുത്തിട്ട് അതിൻ്റെ സോഷ്യൽ സയൻസ് എടുക്കും. സോഷ്യൽ സയൻസ് എടുക്കുന്ന സമയത്ത് ഇതാണ്ടോ 2 ടെക്സ്റ്റ് ബുക്ക് വന്നു കഴിഞ്ഞു. ഇനി അത് ഓപ്പൺ ചെയ്ത് നോക്കും. നമ്മുടെ 5th സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വന്നു. ഇനി ഇതിൽ ഓരോ ചാപ്റ്ററായിട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വായിച്ചു നോക്കും. ഇത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു മാർക്ക് നമ്മുടെ അശ്രദ്ധ കൊണ്ട് എവിടെയും നഷ്ടമാവരുത് എന്നുണ്ട്. അപ്പോൾ ഇതിന്ന് ആവശ്യമുള്ളത് മാത്രം ഞാനൊന്ന് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയാണ് ഓരോ നോട്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന്ന് ഇങ്ങനെ ഓരോന്നും വായിച്ചു നോക്കണം. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കും. അതുപോലെ നെക്സ്റ്റ് ഇതാണ്ടോ അടുത്തൊരു പാർട്ട്. അതുപോലെ നമുക്ക് +2 വരെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 8th സ്റ്റാൻഡേർഡിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ്ടോ 8th സ്റ്റാൻഡേർഡിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതും ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കുറേ ദിവസം നോക്കിയിട്ടൊന്നും നോക്കാതെ വിട്ടതാണോ എന്നറിയില്ല. ഞാൻ നോക്കിയ സമയത്ത് എനിക്കിത് സൈറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കാര്യങ്ങൾ.
റാങ്ക് ഫയൽ ആവശ്യമുള്ളവർ മേടിക്കുക കേട്ടോ. ഞാൻ എല്ലാവരോടും മേടിക്കാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ ഒരെണ്ണം ഉള്ളത് നല്ലതാണ്. കയ്യിലൊരെണ്ണം വെക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഡിഗ്രി ലെവലിൻ്റെ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ഉണ്ട്. അതൊരു 4 ബുക്കുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LDCയുടെ ഒരു റാങ്ക് ഫയൽ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ +2 ലെവലിന് ഇതുവരെ എഴുതിയിട്ടില്ല. +2 ലെവൽ നോക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ +2 ലെവലിൻ്റെ റാങ്ക് ഫയലോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ LDCക്ക് ഈ LDCക്കല്ല, കഴിഞ്ഞ LDCക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. ആ ബുക്കൊക്കെ ഇപ്പോഴാണ് എടുത്തത്. അപ്പോൾ ആ ഒരു റാങ്ക് ഫയലും ഉണ്ട്, ഡിഗ്രിയുടെ ഒരു റാങ്ക് ഫയലും ഉണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്ന മെത്തേഡ് ഇതാണ്: SCERT NCERT പ്ലസ് ഇത് രണ്ടിലും ഇല്ലാത്ത പോയിൻറ്റ്സ് എത്രയാണോ റാങ്ക് ഫയലിലുള്ളത് അതും. അപ്പോൾ അത് എല്ലാം എടുക്കാറില്ല. എനിക്കത് എന്താ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാനത് എടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ അതെടുക്കും. പിന്നെ എക്സ്ട്രാ നമ്മുടെ ടെലിഗ്രാമും യൂട്യൂബും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ട്സ് തന്നെയാണ് നിങ്ങൾക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട് മേക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ചുമ്മാ അവിടെ എവിടെയും കാണുന്നത് ഞാൻ എഴുതി വെക്കാറില്ല. ഞാനിങ്ങനെ ഇതൊരു ഇതാക്കി വെക്കും. എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട്സിൽ എഴുതിയെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലാപ്പിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ ഞാനിരുന്ന് പഠിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ടോപ്പിക്ക് ആയിട്ട് നമ്മളിങ്ങനെ SCERT NCERT കവർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഈ SCERT NCERT നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാനായിട്ട് നമുക്ക് വേറൊരു സമയം നമ്മൾ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടുതൽ ബേർഡൻ ആവും അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഇതും പോകും. കാരണം SCERT തീർത്തില്ലല്ലോ NCERT തീർത്തില്ലല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് വരും. കാരണം ഓൾറെഡി നമുക്ക് നിറയെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഞാനൊരു 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം.